السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم اغفر لنا وارحمنا ولوالدينا ولجميع المؤمنين والمؤمنات. اللهم يسر مسيرنا وحوائجنا. اللهم اشفنا واجعلنا من عباد الله الصالحين. മഹർ മിസ്ലിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. മഹർ മിസ്ൽ എന്ന് പറഞ്ഞാൽ മുസമ്മ, നിക്കാഹ് നേരത്തെ പറഞ്ഞ മഹറിനാണ് മുസമ്മ എന്ന് പറയാം. അഖദിൽ പറഞ്ഞ മഹറിന് മഹർ മിസ്ൽ എന്ന് പറഞ്ഞാൽ എന്താ? അപ്പം മാ യുർഗബു ബിഹി ആദത്തൻ ഫി മിസ്ലിഹ നസബൻ വസിഫത്തൻ മിൻ നിസാഇ അസബാത്തിഹ. ഇതാണ് മഹർ മിസ്ൽ എന്ന് പറഞ്ഞാൽ. ഈ പെണ്ണിനെ പോലെയുള്ള അവളെ കുടുംബത്തിലെ സ്ത്രീകൾക്ക് എത്ര മഹർ ലഭിക്കുമെന്നാണോ പ്രതീക്ഷിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ എത്ര മഹറാണോ കിട്ടുമെന്ന്, എത്ര മഹർ നിലക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്, അതാണ്. ഇപ്പോൾ ഇവളെപ്പോലെയുള്ള സ്വഭാവവും കുടുംബമൊക്കെ ഉള്ള ഒരു സ്ത്രീക്ക്, ഒരു കുടുംബത്തിൽപ്പെട്ട സ്ത്രീക്ക് ആളുകൾ കൊടുക്കുന്നൊരു മഹറില്ലേ, നമ്മുടെ നാട്ടിലേക്ക് ഒരു 3 പവൻ 4 പവൻ 5 പവൻ ഇങ്ങനെ കുടുംബത്തിൻ്റെ ആ സ്റ്റാൻഡ് അനുസരിച്ചിട്ട് കൂടും കുറയൊക്കെ ചെയ്യും. മാ ഒരു മഹറാണ്. യുർഗബു ബിഹി ആദത്തൻ, ആ ഒരു മഹറിന് ആഗ്രഹിക്കപ്പെടും, താല്പര്യം ഉണ്ടാകും. ഫി മിസ്ലിഹ, അവളെപ്പോലെയുള്ള സ്ത്രീകളിൽ സാധാരണയിൽ, നസബൻ കുടുംബപരമായിട്ടും, വസിഫത്തൻ ഗുണങ്ങളെ കൊണ്ടും, ഗുണത്തിലും കുടുംബപരമായും അവളെപ്പോലെയുള്ള സ്ത്രീകൾക്ക് നൽകാൻ പുരുഷന്മാർ ആഗ്രഹിക്കുന്ന ഒരു ധനം. കുടുംബം എന്ന് പറഞ്ഞാൽ മിനിസായി അസബാത്തിഹ, അവളെ കുടുംബത്തിലെ സ്ത്രീകളിൽ നിന്ന് അവളെപ്പോലെയുള്ള സ്ത്രീകൾക്ക് സാധാരണയിൽ നൽകപ്പെടുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ഒരു മഹറാണ്. നൽകപ്പെടുമെന്ന് ആഗ്രഹിക്കുന്നതാണ് നൽകപ്പെട്ട മഹർ എന്നർത്ഥം. മാ യുർഗബു ബിഹി എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ സാധാരണ എത്ര കൊടുത്തിട്ടാണ് ഇവരെ പോലെയുള്ള സ്ത്രീകൾക്കൊക്കെ നിക്കാഹ് കഴിഞ്ഞിട്ടുള്ളത്, അതാണ്. അപ്പോൾ പിന്നെ ആർക്കാണ് മുൻതൂക്കം നൽകേണ്ടത്? ഇപ്പോൾ തുഖദ്ദമു ഉഖ്തുല്ലി അബവൈനി, അവളുടെ മാതാവും പിതാവും ഒത്ത സഹോദരിയെ മുന്തിക്കപ്പെടണം. അവൾക്ക് എത്ര കിട്ടിയത്? സഹോദരിമാർക്ക് നോക്കുക. ഫലി അബിൻ, പിന്നെ പിതാവത്ത സഹോദരിമാർ. ഫ ബിന്തു അഖിൻ, പിന്നെ സഹോദരൻ്റെ മകൾ. ഫ അമ്മത്തുൻ, അത് കഴിഞ്ഞിട്ട് പിതാവിൻ്റെ സഹോദരിമാർ, അമ്മായിമാർ. കദാലിക, അപ്രകാരം. മാതാവും പിതാവുമൊത്ത അമ്മായി, പിതാവത്ത് അമ്മായി എന്നൊക്കെ പറയാം. കദാലിക എന്ന് പറഞ്ഞാൽ ഫ ഇൻ ജുഹില മഹറുഹുന്ന, അപ്പോൾ അവരുടെ മഹർ അറിയില്ലെങ്കിൽ, ഫയുമത്തബറു മഹറു റഹ്മില്ല, അവളുടെ ഉമ്മ വഴിക്കുള്ള കുടുംബത്തിലെ സഹോദരിമാർക്ക് കിട്ടിയ മഹറിനെയാണ് പരിഗണിക്കേണ്ടത്. ഉദാഹരണം, കജദ്ദത്തിൻ, ഉമ്മാൻ്റെ ഉമ്മ, വഖാലത്തിൻ, ഉമ്മാൻ്റെ സഹോദരിമാർ. ഇവിടെയൊക്കെയാണ്. ഇമാം മാവർദി, ഇമാമും റുയാനിയും പറഞ്ഞു, തുഖദ്ദമുൽ ഉമ്മു, ഉമ്മ വഴിക്കുള്ള മഹർ പരിഗണിക്കുമ്പോൾ ആദ്യം ഉമ്മയെയാണ് പരിഗണിക്കേണ്ടത്. കുടുംബത്തിലെ സ്ത്രീകളെ കഴിഞ്ഞാൽ തുഖദ്ദമുൽ ഉമ്മു, ആദ്യം നേരെ ജ്യേഷ്ഠാനിയത്തിമാർക്ക് കിട്ടിയ മഹറാണ് നോക്കുക. അത് കഴിഞ്ഞാൽ, ആ ശ്രേണി കഴിഞ്ഞാൽ തുഖദ്ദമുൽ ഉമ്മാനെ മുന്തിക്കണം. ഫൽ ഉഖ്തു ലിൽ ഉമ്മി, പിന്നെ ഉമ്മയൊത്ത സഹോദരിയെ. ഫൽ ജദ്ദാത്തു, പിന്നെ ഉമ്മാമമാരെ. ഫൽ ഖാലത്തു, പിന്നെ ഉമ്മയുടെ സഹോദരിമാരെ. പിന്നെ ഫബിന്തുൽ ഉഖ്തി, ഉമ്മയൊത്ത സഹോദരിയുടെ മകൾ.
ഫബിന്തുൽ ഖാലത്തി, പിന്നെ ഉമ്മയുടെ സഹോദരിമാരുടെ പെൺകുട്ടികൾ. അപ്പോൾ വലവിച്ചിത്തമായ ഉമ്മു അബിൻ വ ഉമ്മു ഉമ്മിൻ, ഉപ്പാൻ്റെ ഉമ്മയുണ്ട് ഉമ്മാൻ്റെ ഉമ്മയുണ്ട്, രണ്ടുപേർക്കും ലഭിച്ച മഹർ വ്യത്യാസമാണ്. അപ്പോൾ എന്തു ചെയ്യും? ഫല്ലതി യത്തജുഹു, ന്യായമായ അഭിപ്രായം ഇസ്തിവാഹുമ, രണ്ടുപേരും തുല്യമാണ് എന്നാണ്. രണ്ടുപേരും തുല്യമാണ്. ഫഇൻ തഅത്തറത്ത്, അതും ഉമ്മ വഴിക്കുള്ള കുടുംബവും പ്രയാസമായാൽ, അവരെ കല്യാണം കഴിഞ്ഞിട്ടില്ല, അതല്ലെങ്കിൽ അവരെ മഹർ അറിയില്ല, ഇങ്ങനെയൊക്കെ വന്നാൽ അപ്പം എന്ത് ചെയ്യും? യുഅ്തബിറതു ബിമിസ്ലിഹാ ഫി ശബഹി മിനൽ അജ്നബിയാത്തി, അന്യ സ്ത്രീകളിൽ നിന്ന് അവളെപ്പോലെ തുല്യതയുള്ള സ്ത്രീകളെ പരിഗണിക്കേണ്ടതാണ്. മുഅ്തബിറത്ത് പരിഗണിക്കപ്പെടും ബിമിസ്ലിഹ, അവളെപ്പോലെയുള്ളവരെ, ഫി ശബഹി, ഈ മേലെ പറഞ്ഞ തുല്യതയിൽ, ഗുണത്തിൽ, മിനൽ അജ്നബിയാത്തി, അന്യ സ്ത്രീകളിൽ നിന്ന്. അതുമാത്രം പോരാ, ഇതുകൊണ്ട് മാത്രം പോരാ, വ്യക്തപരമായ താരിഖ്, ഇതിൻ്റെ കൂടെ പരിഗണിക്കേണ്ടതാണ് മാ യഖ്തലിഫു ബിഹി ഖറളുൻ, ഓരോരുത്തരും കല്യാണം കഴിക്കുന്നതിൻ്റെ ഉദ്ദേശം വ്യത്യാസപ്പെടുന്നത്, സ്ത്രീകളിലുള്ള വ്യത്യസ്തമായ ലക്ഷ്യങ്ങളെ, വ്യത്യാസപ്പെടുന്ന ലക്ഷ്യങ്ങളെ പരിഗണിക്കേണ്ടതുണ്ട്. ഉദാഹരണം, കസിന്നി, വയസ്സ്, ഇവളെപ്പോലെ വയസ്സുള്ള സ്ത്രീകൾക്ക് എത്ര കിട്ടാമെന്നാണ് നോക്കേണ്ടത്. ഇവൾക്കൊരു 50 ആയിട്ടുണ്ട്, ഇവളെ സഹോദരിക്ക് 22 ആയിട്ടുള്ളൂ എങ്കിൽ മഹറിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ വയസ്സ് പരിഗണിക്കണം. ഖറദ് എന്ന ഉദ്ദേശം, മഹർ കൂടുതൽ കൊടുക്കുന്നതിനും കുറച്ച് കൊടുക്കുന്നതിനുമൊക്കെയുള്ള ഉദ്ദേശങ്ങൾ വ്യത്യാസം ഉണ്ടാവും. ലക്ഷ്യങ്ങൾ, കാരണങ്ങൾ വ്യത്യാസപ്പെടും. സിന്ന്, വയസ്സ്, യസാർ, സാമ്പത്തിക ശേഷി, വബക്കാറത്ത്, കന്യകത്വം, ബജമാൽ, അഴക്, ഫസാഹത്ത്, സാഹിത്യം അല്ലെങ്കിൽ വിദ്യാഭ്യാസം എന്നൊക്കെ പറയാം. ഫൈൻ ഇഖ്തസ്സത് അൻഹുന്ന ബിഫദ്ലിൻ ഔ നഖ്സിൻ, അപ്പോൾ മുകളിൽ പറഞ്ഞ ഈ മഹർ മിസ്ലിന് പരിഗണിക്കേണ്ട സ്ത്രീകളേക്കാൾ അവൾക്ക് പ്രത്യേകതയുണ്ട്, ബിഫദ്ലിൻ, എന്തെങ്കിലും മികവ് കൊണ്ട് പ്രത്യേകതയുണ്ട്, അല്ലെങ്കിൽ നഖ്സിൻ, അവരെക്കാൾ കുറവുണ്ട്. ഇങ്ങനെ കുറഞ്ഞ പ്രത്യേകതയോ കൂടുതലായ പ്രത്യേകതയോ ഉണ്ടെങ്കിൽ, നസബിലും കുടുംബത്തിലും അന്യ സ്ത്രീകളിലും പരിഗണിക്കേണ്ട ആ സ്ത്രീകളുടെ ഗുണത്തേക്കാൾ ഇവൾക്ക് കൂടുതൽ ഗുണമുണ്ട്, വയസ്സ്, സാമ്പത്തിക ശേഷി, ബക്കാറത്ത്, ജമാല്, ഫസാഹത്ത്, അല്ലെങ്കിൽ കുറവ്, അപ്പോൾ സീദ അലൈഹി, അതിനേക്കാൾ മഹർ കൂട്ടണം. ഔ നുഖീസ അൻഹു, അല്ലെങ്കിൽ അതിനേക്കാൾ മഹർ കുറക്കണം. സീദ അലൈഹി ഔ നുഖീസ അൻഹു, അതിനേക്കാൾ കുറക്കുകയോ കൂട്ടുകയോ ചെയ്യണം. എന്ത്? ലായിഖ് ബിൽ ഹാലി, സന്ദർഭത്തോട് യോജിച്ച ഒരു സംഖ്യ കൂട്ടുകയോ കുറക്കുകയോ വേണം. ബി ഹസബിമാ യറാഹു ഖാദിൻ, ഖാദി അഭിപ്രായപ്പെടുന്നതിനനുസരിച്ച്. ഇവള് നല്ല സുന്ദരിയാണ്, സാമ്പത്തികമായിട്ട് ശേഷിയുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, ഇവിടെ ജ്യേഷ്ഠാനിയത്തിമാർക്ക് ഒന്നുമില്ല, അപ്പോൾ അവർക്ക് കിട്ടുന്ന അത്ര മഹർ ഇവൾക്ക് കിട്ടിയാൽ പോരല്ലോ, അപ്പോൾ അത് മഹർ കൂട്ടി കൊടുക്കണം. ഖാദിയാണത് ചെയ്യേണ്ടത്. ഖാദിൻ്റെ പ്രസക്തി അവസാനിക്കുന്നൊന്നുമില്ല കേട്ടോ. വലു സാമഹത്ത് വാഹിദത്തുൻ, അപ്പോൾ ഈ പറയപ്പെട്ട ആളുകളുണ്ടല്ലോ മഹർ മിസ്ലിൽ പരിഗണിക്കേണ്ട സ്ത്രീകൾ, അവരിൽ ചിലർ വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ടെങ്കിൽ അവൾക്ക് 5 മഹർ കിട്ടും, അവളെനിക്ക് 2 മതി എന്നൊക്കെ പറഞ്ഞ് വിട്ടുവീഴ്ച ചെയ്തതാണെങ്കിൽ ലമിജിബ് മുവാഫഖത്തുഹ, അവരോട് യോജിക്കാൻ നിർബന്ധമില്ല, അത് നമ്മൾ കൂട്ടൂല, അത് അവൾ വിട്ടുവീഴ്ച ചെയ്തിട്ടല്ലേ. ഏതായാലും മഹർ സ്ത്രീയുടെ കൂടി അവകാശമാണ്. അതിനാൽ വലൈസലി വലിയൻ അഫുവൻ അൻ മഹരിൻ, വലിയന് മഹർ വിട്ടുകൊടുക്കാൻ അനുവദനീയമല്ല, മാപ്പ് കൊടുക്കൽ അനുവദനീയമല്ല. ഈ മൗലിയത്തിഹി, തൻ്റെ മൗലിയത്തിനുള്ള മഹർ, കസാഇരി ധോനിഹ, അവൾക്ക് കിട്ടാനുള്ള കടങ്ങളൊന്നും അവർക്കാരെങ്കിലും കടം കൊടുക്കാനുണ്ടെങ്കിൽ വിട്ടുകൊടുക്കാൻ പാടില്ലല്ലോ എന്നതുപോലെ. ഹുഖൂഖിഹ, അവളെ ഹക്കുകളൊന്നും വിട്ടുകൊടുക്കാൻ പാടില്ലാത്തതുപോലെ. പെൺകുട്ടികളെ കെട്ടിക്കാം, അവളെ മഹർ ഒഴിവാക്കി കൊടുക്കാനോ അവൾക്ക് അവകാശങ്ങൾ ഒഴിവാക്കി കൊടുക്കാനോ ഒന്നും ബാപ്പാക്കോ അവളെ വലിക്കാനോ അവകാശമില്ല. ഇനി
അല്ലാമ തമ്പുദാബി റഹിമഹുല്ല പറഞ്ഞ ഒരു മസ്അലയാണ്. മഹർ ഭർത്താവ് കൊടുക്കാതെ മഹറിന് ഭർത്താവിന് എങ്ങനെ രക്ഷപ്പെടാൻ കഴിയും? അന്നൽ ഹീലത ഫീ ബറാഅത്തി സൗജി അനിൽ മഹർ, മഹറിൽ നിന്ന് രക്ഷപ്പെടാനുള്ള തന്ത്രം ഹൈതു കാനത്തിൽ മർഅത്തു സഗീറത്തൻ ഔ മജ്നൂനത്തൻ ഔ സഫീഹത്തൻ, ഭാര്യ ചെറിയ കുട്ടിയോ ഭ്രാന്തയോ സഫീഹത്തൻ അല്ലെങ്കിൽ ബുദ്ധി കുറഞ്ഞ പെണ്ണൊക്കെയാണ് എങ്കിൽ എന്താ മാർഗം? ശ്രദ്ധിക്കണേ, വലിയ പറയാം. ഈ പെണ്ണിൻ്റെ ഭർത്താവിനോട് വലിയ പറയാം, എൻ്റെ പെണ്ണിനെ നീ തലാഖ് ചൊല്ലിക്കാള് 500 രൂപക്ക് എന്ന് പറയാം. അപ്പം 500 രൂപ തന്നാൽ നീ തലാഖ് ചെല്ലേന്ന് പറയാം. എന്ന് പറയുന്നതിന് ഭർത്താവിന് പൈസ കൊടുത്തിട്ട് തലാഖ് ലഭിക്കുന്നതിന് നിൻ്റെ ഭാര്യയെ നീ 500 രൂപക്ക് തലാഖ് ചൊല്ലിക്കളാന്ന് പറഞ്ഞു. ദിർഹം അലിയ, അത് ഞാൻ തരാൻ ഉത്തരവാദിയായിരിക്കുമെന്നും പറഞ്ഞു. അപ്പം അങ്ങനെ തലാഖ് ചെല്ലാം. അപ്പം എന്തായി? അയാൾക്ക് 500 രൂപ കൊടുക്കാനായി ഭർത്താവിന്. അല്ല, ഭർത്താവ് ഇങ്ങോട്ട് 500 രൂപ തരാനായി. അങ്ങനെ ശരിയാ 500 രൂപക്ക് വേണമെങ്കിൽ നിനക്ക് തലാഖ് ചെല്ലാം, നീ 500 രൂപ എനിക്ക് തരേണ്ടി വരും എന്ന് പറഞ്ഞു. ആര്? വലിയ. ഭർത്താവിന് അങ്ങോട്ടല്ല കൊടുക്കുന്നത്, ഭർത്താവ് ഇങ്ങോട്ട് തരികയാണ്. അങ്ങനെ അയാൾ തലാഖില്ലെന്ന്. ഇപ്പം 500 രൂപ എന്ത് ചെയ്യണം? അയാൾ വലിയന് കൊടുക്കണം. അപ്പോൾ അയാൾക്ക് അങ്ങോട്ടും കൊടുക്കാനായി, അയാൾ ഇങ്ങോട്ടും തരാനായി 500 ദിർഹം. ഇതൊന്നും യഖൂലു സൗജു. പിന്നെ ഭർത്താവ് പറയാം, അഹൽതു അലൈക മൗലിയത്തക ബിസ്വദാഖില്ലദീ ലഹ അലയ്യ, സ്വദാഖ് വകയിൽ ഞാൻ, സ്വദാഖിന് മഹറിൻ്റെ വകയിൽ ഞാൻ അവൾക്ക് കൊടുക്കാനുള്ള 1000 രൂപയുണ്ടല്ലോ, അത് ഞാൻ നിങ്ങളുടെ മേൽ ഏൽപ്പിച്ചിരിക്കുന്നു. നിങ്ങളെനിക്ക് 500 തരാനുണ്ടല്ലോ, അതുകൊണ്ട് നിങ്ങളെനിക്ക് തരാനുള്ള 500 നിങ്ങൾ അവൾക്ക് കൊടുക്കുക, ഞാൻ കൊടുക്കാനുള്ള 500 എന്ന് പറയാം. ഫയഖൂലുൽ വലിയ, അപ്പോൾ വലിയ പറയും ഖബിൽതു, ഞാൻ സ്വീകരിച്ചു എന്ന് പറയും. ഫയബ്റഉ സൗജു, അന്നേരം ഭർത്താവ് ഒഴിവാകും. മിന സ്വദാഖി, സ്വദാഖിൽ നിന്ന് ഒഴിവാകും. തലാഖ് ചെല്ലേണ്ട ഒരു സാഹചര്യത്തിൽ ഭർത്താവിന് മഹറിൽ നിന്ന് രക്ഷപ്പെടാനുള്ളൊരു മാർഗമാണ് ഈ പറഞ്ഞത്. പൈസ വാങ്ങിയിട്ട് ഒരു മഹറിൻ്റെ അളവിൽ പൈസ പറഞ്ഞിട്ട് തലാഖ് ചെല്ലിപ്പിക്കുക. അയാൾ തലാഖ് ചെല്ലുന്നു, അയാൾ 500 രൂപ നമുക്ക് തരാനായി. അതേ സമയത്ത് അയാൾ എന്തുണ്ട്, പെണ്ണിന് 500 കൊടുക്കാനുണ്ട്. അപ്പം ഈ പെണ്ണിൻ്റെ വാപ്പാനോട് പറയാം, നിങ്ങൾ എനിക്ക് തരാനുള്ള 500 അവൾക്ക് കൊടുക്കുക എന്ന് പറയാം. ഇനി ആരും അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും കൊടുക്കാനില്ല, ഒക്കെ ഫ്രീ ആയി. ഈ മഹർ ഭർത്താവിന് സംഭാവന ചെയ്യാൻ പറ്റുമോ? പറ്റും. യസിഹു തബറു ബിൽ മഹരി, മഹർ ഭർത്താവിന് വിട്ടുകൊടുക്കൽ അനുവദനീയമാണ്, സംഭാവന ചെയ്യൽ അനുവദനീയമാണ്. പക്ഷെ അത് ആരായിരിക്കണം? മിൻ മുക്കല്ലഫത്തിൻ, ബുദ്ധിയും പ്രായപൂർത്തിയുമുള്ള പെണ്ണായിരിക്കണം. എങ്ങനെയാണ് വിട്ടുകൊടുക്കേണ്ടത്? ബിലഫ്ദിൽ ഇബ്റാഇ, ഇബ്റാഇൻ്റെ പദം കൊണ്ടാകാം. അബ്റഅ്തുക, ഞാൻ നിങ്ങളെ ഒഴിവാക്കിയിരിക്കുന്നു എന്ന് പറയാം. അവിൽ അഫുവി, മാപ്പ് നൽകിയിരിക്കുന്നു എന്ന് പറയാം. വലിസ്കാത്തി, ഒഴിവാക്കിയിരിക്കുന്നു എന്ന് പറയാം. വലിയ ഹലാൽ, ഞാൻ നിങ്ങളെ ഹലാലാക്കിയിരിക്കുന്നു. വത്തഹലീൽ, അതിൻ്റെ അർത്ഥം. വല്ലിബാഹത്തി, വൽഹിബത്തി, സംഭാവന നൽകിയിരിക്കുന്നു തുടങ്ങിയ വാക്കുകളെ കൊണ്ടെല്ലാം. ഖബൂൽ വേണോ ഭർത്താവിൽ നിന്ന്? വേണ്ട. വൈലം യഹ്സുൽ ഖബൂൽ ഉണ്ടായില്ലെങ്കിൽ പോലും ഭർത്താവ് ഭാര്യയ്ക്ക് നൽകാനുള്ള സ്വദാഖിൽ നിന്ന് അയാൾക്ക് രക്ഷപ്പെടാവുന്നതാണ്. ഭർത്താവ് ഇനി എന്താക്കേണ്ടിയില്ല, ഭർത്താവ് അവൾക്ക് മഹർ കൊടുക്കേണ്ടതില്ല, അവൾ പൊരുത്തപ്പെട്ട് കഴിഞ്ഞു. ഇനി മുഹിമ്മാത്തൻ, ഇത് വളരെ പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങളാണ്. നിക്കാഹുമായി ബന്ധപ്പെട്ട് ആളുകൾക്ക് കൊടുക്കുന്ന സമ്മാനങ്ങളും സ്ത്രീധനങ്ങളൊക്കെ അല്ലേ, അത്തരം കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ പറയാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.